സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമായി 364 മില്യൺ ക്രൈസ്തവർ പീഡനം ഏറ്റുവാങ്ങുന്നതായി വത്തിക്കാൻ സിറ്റി. ലോകമെമ്പാടുമായി 364 മില്യൺ ക്രൈസ്തവർ യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി വിവിധങ്ങളായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെന്ന് വത്തിക്കാൻ വിദേശകാര്യമന്ത്രിയും സെക്രട്ടറിയുമായ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലാഹർ റോമിൽ നടന്ന മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കോൺഫറൻസിലായിരുന്നു ആർച്ച് ബിഷപ്പ് ഇക്കാര്യം പറഞ്ഞത്. മനുഷ്യ അവകാശങ്ങളുടെ ഒരേ വശമല്ലെങ്കിലും മതസ്വാതന്ത്ര്യം ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമാണെന്നും 7 പേരിൽ ഒരു ക്രൈസ്തവ വിശ്വാസി പീഡനത്തിന് ഇരയാകുന്നുവെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. വത്തിക്കാൻ സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനും പരിശുദ്ധ സിംഹാസനത്തോടുള്ള ഓർഡർ ഓഫ് മാൾട്ടയുടെ അംബാസഡർ അന്റോണിയോ സനാഡി ലാൻഡിയും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മതസ്വാതന്ത്ര്യ അവകാശത്തിന്റെ ലംഘനം ഒരു അവകാശത്തെ മാത്രമല്ല, മനുഷ്യാവകാശങ്ങളുടെ മുഴുവൻ ഘടകങ്ങളെയും തുരങ്കം വയ്ക്കുന്ന ഫലമുണ്ടാക്കുകയാണ്. 2023 ക്രൈസ്തവ സമൂഹങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും എതിരായ അക്രമങ്ങൾ ഗണ്യമായി വർദ്ധിച്ചു. ചില കണക്കുകൾ പ്രകാരം ഏതാണ്ട് 4.9 മില്യൺ ആളുകൾ മതസ്വാതന്ത്ര്യത്തിന്റെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ലംഘനങ്ങളുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നു. മനുഷ്യന്റെ സമഗ്ര വികസനം കൈവരിക്കുന്നതിൽ മതസ്വാതന്ത്ര്യം നിർണായക പങ്കുവഹിക്കുന്നു. ഇക്കാരണത്താൽ രാഷ്ട്രങ്ങൾ നിഷ്പക്ഷത പാലിക്കുകയും വിശ്വാസികളായവർക്കും എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുവാനുള്ള ഒരേ അവകാശം ഉറപ്പു നൽകണമെന്നും ആർച്ച് ബിഷപ്പ് അവകാശപ്പെട്ടു. ലോകത്ത് വിശ്വാസത്തിന്റെ പേരിൽ ഏറ്റവും അധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് ക്രൈസ്തവരാണ്. ഇതിന്റെ ആഴം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ബിഷപ്പിന്റെ സന്ദേശം. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.